ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വ്ളോഗിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളൊരു ട്രിപ്പ് പോയിരിക്കുകയാണ്. എവിടേക്കാണെന്നല്ലേ? പോണ്ടിച്ചേരിയിലേക്കാണ് നമ്മൾ യാത്ര പോയിരിക്കുന്നത്. സമ്മർ എൻഡാണ്, ബക്രീദാണ്. ബക്രീദിന് മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ബക്രീദിന് നമുക്ക് ഈ പ്രാവശ്യം എവിടെയെങ്കിലും പോകണം, അവിടെ വെച്ച് ആഘോഷിക്കണം എന്നൊക്കെ വെച്ചിട്ട്. ഞങ്ങളപ്പോൾ നേരെ പോണ്ടിച്ചേരിയിലേക്കാണ് പോയത്. പോണ്ടിച്ചേരിക്ക് പോകുന്ന മുന്നേറ്റ് ഞങ്ങൾ ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാഷ് ഒന്നും പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയി നോക്കിയപ്പോൾ റൂം വളരെ ഫ്ലോപ്പ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടും ഞങ്ങൾ വേറൊരു ഹോട്ടലിലേക്കാണ് പോയത്. ആ ഹോട്ടലിന്റെ പേരാണ് ഹോട്ടൽ യൂണിറ്റി പാർക്ക്. ഔട്ട്ഡോർ ഗെയിം, ഇൻഡോർ ഗെയിം, ജിമ്മ്, സ്പാ, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഏർലി മോർണിംഗ് 3:30 ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. റൂമിൽ പോയി ഫുള്ളായി റെസ്റ്റ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരം ആദ്യത്തെ ഡെസ്റ്റിനേഷനായ പോണ്ടി മെറീന ബീച്ചിലേക്ക് പോയിട്ടോ. പോണ്ടി മെറീന ബീച്ചിൽ നൈറ്റ് ലൈഫ് അത്യാവശ്യം അടിപൊളിയായിരുന്നു. സ്ട്രീറ്റ് ഫുഡുകളും കാര്യങ്ങളും അവിടുത്തെ സ്റ്റേജ് ഷോയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കോളേജ് സ്റ്റുഡൻസിന്റെ സ്റ്റേജ് ഷോ ആണ് ഉണ്ടായിരുന്നത്. വളരെ നന്നായിരുന്നു. പാട്ടുകളും ഡാൻസുകളും എല്ലാമായിട്ട് നല്ല വൈബായിട്ട് പോയി. പക്ഷേ സ്ട്രീറ്റ് ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ പ്രൈസ് അല്ല കേട്ടോ, കൂടുതലാണ് എല്ലാത്തിനും പ്രൈസ്. അപ്പോൾ എല്ലാവരും പ്രൈസ് ഒക്കെ നോക്കി ഓർഡർ ചെയ്താൽ മതി. ഞങ്ങൾക്ക് അത്ര പറയാനുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ കഴിഞ്ഞു. ഡേ 2ലേക്ക് പോയി. ഡേ 2 ഞങ്ങൾ പോയത് റോക്ക് ബീച്ചിലേക്കാണ് കേട്ടോ. റോക്ക് ബീച്ച് ഞങ്ങൾക്ക് സൺറൈസ് കണ്ട് ഞങ്ങൾ അവിടെ തന്നെ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞു കേട്ടോ. അവിടെ തന്നെ പെരുന്നാൾ നിസ്കരിച്ചു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പെരുന്നാൾ നിസ്കാരം അവിടെ ഉണ്ടായിരുന്നെന്ന്. പെരുന്നാൾ നിസ്കരിക്കാൻ എവിടെ പോകുന്നു ഞാനും ഐഷും കൂടി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അവിടെ കുറേ ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരം ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. അപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ പേര് പറഞ്ഞു ബീച്ചിൽ നിസ്കാരമുണ്ട്, ഒരു 6:30 ആരംഭിക്കാന്ന് പറഞ്ഞു. 7 o'clock ആകുമ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പോയത് മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ പോകേണ്ട സംഭവം കേട്ടോ. അതിലേക്ക് പോകേണ്ട ടിക്കറ്റ് റേറ്റും അതിലേക്ക് പോകേണ്ട ആ ഒരു കമ്പനിയുടെ പേരും, നിങ്ങൾ ഈ കമ്പനിയിൽ പോയാൽ വളരെ റേറ്റ് കമ്മിയായിരിക്കും. ഒരു പേഴ്സണ് 300 rupees പേ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ ഈ വീഡിയോന്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് പോണ്ടിച്ചേരി പോകുന്നവർ ആ ഒരു കമ്പനിയിൽ പോവുക. ഒരുപാട് കമ്പനിക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നതാണ്. അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ടീം ചെയ്യുന്ന വളരെ റേറ്റ് കമ്മിയായിട്ടാണ്. ഈ റോക്ക് ബീച്ചിൽ പോയപ്പോൾ തന്നെയാണ് അവർ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചാർട്ട് തന്നത്. ആ ചാർട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയതും. അവർ തന്നെയാണ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് മൊബൈലിലേക്ക് അയച്ചു തന്നതും. ആ ഡെസ്റ്റിനേഷനിലേക്ക് പോയി ഒരു 3 സ്പോട്ട് കാണിച്ചു കേട്ടോ. അതായത് കടലും കായലും കൂടി ഒന്നാവുന്ന സ്ഥലം. പിന്നെ വന്നിട്ട് നമ്മൾക്ക് ഹാർബർ, അതായത് ഫിഷിംഗ് ബോട്ടുകൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന സ്ഥലം. പിന്നെ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു, ഫിഷിംഗ് ബോട്ടിന്റെ കാര്യങ്ങൾ, പിന്നെ അവിടെ കടലും കായലും കൂടി ഒന്നാവുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ പ്രശ്നമുള്ള മേഖലകൾ, അതായത് എവിടെ ഇറങ്ങാൻ പറ്റും എവിടെ ഇറങ്ങാൻ പറ്റില്ല, എത്ര ആഴുണ്ടാവും, എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കേട്ടോ. ഇതാണ് പിന്നെ 3ാമത്തെ സ്പോട്ട്. പൊന്നിയിൻ സെൽവൻ ഷൂട്ട് ചെയ്ത ഒരു സ്പോട്ടാണ്, ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് രണ്ടാമത്തെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, ഡേ 2 രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോയത് ഇഡൻ ബീച്ചിലേക്ക് കേട്ടോ. ഇഡൻ ബീച്ചിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് സിപ്പ് റൈഡിങ് ഉണ്ട്, പിന്നെ ഒരുപാട് റൈഡിങ് ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം അഫോർഡബിൾ പ്രൈസ് ആണെന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ജാസ്തി തന്നെയാണ്. എല്ലാവരും നോക്കി അതിന് പേ ചെയ്ത് എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഒക്കെ ഇതാകുക. ഞങ്ങൾ ഇഡൻ ബീച്ചിൽ പോയി. ബീച്ചിൽ അത്യാവശ്യം ഞങ്ങൾ വൈബ് ചെയ്തു. വൈകുന്നേരത്ത് വരെ ഞങ്ങൾക്ക് ഒരുപാട് സമയം വരെ ഇരിക്കും. പക്ഷേ അത് 6:30 വരെ ഉള്ളൂ കേട്ടോ. ഇഡൻ ബീച്ചിലേക്ക് നമ്മൾക്ക് ഒരു ടൈം എന്ന് പറയുന്നത് 6:30 വരെയാണ്. 6:30 കഴിഞ്ഞാൽ അവർ അവിടെ നിന്നും നമ്മളെ സെക്യൂരിറ്റി ഗാർഡ് പുറത്താക്കും, നമ്മളെ പോകാൻ പറയും. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത്യാവശ്യം നല്ലത്. ഇത് കായലാട്ടോ, അപ്പുറത്താണ് കടൽ, ഇത് കായലാണ്. കായലിന്റെ സൈഡിൽ നിന്ന് ഫോട്ടോസ് എടുത്തു. പിന്നെ കായലിൽ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു, വലയെറിയുന്നുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ എടുത്തു. അതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ഒരു കമ്പനിയുടെ പേര്, ഈ കമ്പനിക്കാരാണ് കേട്ടോ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ബൈ.